രാവിലെ തന്നെ ഇതാ വെയിൽ ഉദിച്ച പാടന്നെ ഞാൻ വേഗം ഗോതമ്പ് കഴുകി ഊറ്റിയിട്ട് ഇതേപോലെ വിരിച്ചിട്ടുണ്ട്. ഈ ഒരു മുളക് ഒരു 3-4 ദിവസമായിട്ടോ ഇങ്ങനെ കൊണ്ടുപോയിടണ്. ഇപ്പോൾ 2 ദിവസം നല്ല വെയിൽ കൊണ്ടതിന് ശേഷം പിന്നെ നല്ല മഴയിനി, അതുകൊണ്ട് ഇതാ അതൊന്ന് ഉണങ്ങി കിട്ടാൻ നല്ല പാടിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലൊരു വെയിലറച്ചതിനെ കൊണ്ട് പുറത്തുകൊണ്ടുപോയിട്ടാണ്. പിന്നെ ഇതാ ഈ ഒരു മഞ്ഞപ്പൂവുണ്ടല്ലോ, ഓടപ്പൂവ്, നിക്കോളാസ് എന്നാണ് പണ്ട് ഇതിൻ്റെ പേരിപ്പം മാറിക്കണോ അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കാലം എനിക്ക് തോന്നുന്നു ഒരു 5-6 കൊല്ലമൊക്കെ കുഴിച്ചിട്ടതിൻ്റെ ശേഷമാണ് അത് വലുതായത്. പിന്നെ ഇതാ വേഗം പോയി ഡോക്ടറെ അടുത്തേക്ക് പോകാനുണ്ടായി കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോകണം. മൂക്ക് 2 സിസേറിയനാണ്, അപ്പോൾ അതും സിസേറിയനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇന്ന് പോയിട്ട് ഡേറ്റൊക്കെ കിട്ടിയിട്ടോ. 2-ാം തീയതി അഡ്മിറ്റിന് ചെല്ലാൻ പറയുന്നത്, 3-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളവിടെ ഒറ്റക്കാക്കി പോകണ്ട വെച്ചിട്ട് ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ടാട്ടോ പോയത്. ഇക്കാക അവിടെ ഞങ്ങൾ ഇറക്കി തന്ന് പോയി. പിന്നെ അതാ അപ്പോഴേക്കും പിന്നെ കുട്ടിക്ക് അനക്കക്കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും സ്കാൻ ചെയ്ത് കാണിച്ച് അങ്ങനെയാണ് ഡേറ്റ് ഇട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നത്. ഇതിപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഉണക്കമീൻ്റെ കറി കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണിത്. ഉണക്ക മത്തിയാണ് കിട്ടിയത്. ഉണക്കലായിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. മത്തിയും കുഴപ്പമൊന്നുമില്ല. ഇപ്പം കിട്ടുന്ന മാങ്ങ ഒക്കെ ചനച്ചതായതുകൊണ്ട് പച്ചമാങ്ങ കിട്ടിയപ്പോൾ ഞാൻ വേഗം ഉണക്കമത്തി ഞാൻ വാവനെ കൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ. ആ മാങ്ങ തൊലി ചെത്തി ചെറുതാക്കി അരിഞ്ഞതും ഒരു തക്കാളിയും പിന്നെ അതേപോലെ 2-3 എരിവുള്ള പച്ചമുളക് കൂടി മുറിച്ചിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പ് കൊണ്ടുവന്നുണ്ട്. ഉപ്പ് ഓൾറെഡി ഈ ഉണക്കമീനിലുള്ളതുകൊണ്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ, ശ്രദ്ധിച്ചിട്ട് വേണം ഇടുക. ഇത് തീരെ പുളി ഇല്ലാത്തതിനോണ്ട് ഞാനൊരു ഇത്തിരി പുളി ഇങ്ങനെ പിയ്യാതെ തന്നെ അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള മുളകും പൊടിയും ഒക്കെ ഇട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ ഇപ്പോൾ നല്ലോണം ഈ പ്രാണികളുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു പണിയെടുത്താൽ അപ്പം ഈച്ചയും പ്രാണിയും എല്ലാം കൂടി ഭയങ്കര ശല്യമായിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നനവ് വന്നിട്ടാണ് അങ്ങനെ ആ ഒരു പ്രാണീൻ്റെ ശല്യം വരുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഇവർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബോക്സ് എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 3 എണ്ണമുള്ള ഒരു ഇത് വാങ്ങിയതാണ് കേട്ടോ. അത് ഇപ്പോൾ പച്ചമുളക് ഞാനിങ്ങനെ അതിൻ്റെ ഞെട്ടിയൊക്കെ അടർത്തി മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. പിന്നെ ഞാൻ ഉണക്കമത്തി നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പൊക്കെ കുറേ ഉപ്പുണ്ടാവില്ല, അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മാങ്ങ വെന്ത് വരുമ്പോൾ ഞാനതൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. ഉടച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു രസം ഉണ്ടാവും കേട്ടോ കറി. പിന്നെ ക്ലീൻ ചെയ്തിട്ടുള്ള ആ ഒരു മത്തിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉണക്കൽ അയിലൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ മീനൊന്നും കിട്ടാത്ത സമയത്ത് ഇങ്ങനെ അധികം ഈ ഉണക്കലൊക്കെ വാങ്ങൽ. ഇവിടെ ഇപ്പോൾ ഉണക്കൽ വാങ്ങിയിട്ട് കുറേ ആയിട്ടോ. അത് വലിയൊരു താല്പര്യമില്ല കാക്ക്. ഉപ്പ് കൂടുതലുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിച്ചെടുത്തതിൻ്റെ ശേഷം തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലോണം ഒന്ന് തേങ്ങ അരച്ചിട്ട് ഞാൻ വറവൊന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറിയൊരു തിള വന്നപ്പോൾ ഇറക്കി വെച്ചതാണ്. വേണമെങ്കിൽ ചുവന്നുള്ളിയിൽ വറവിടാം. ഇന്ന് ഈ കറി ഞാൻ തലേന്ന് വെച്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ പോയി വന്ന് ഇപ്പോൾ വരുന്ന സമയത്ത് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി. അപ്പോഴൊക്കെയാണ് ഉമ്മ വരുമെന്ന് പറഞ്ഞ്, ഉമ്മയും ആങ്ങളെയും വരുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇനി സാധനം വാങ്ങി കൊടുക്കുമ്പോൾ വേറൊരു വിരുന്നുകാർ വന്ന് അങ്ങനെ നിങ്ങൾ പറയേണ്ട ആകെ തിരക്കും ബേജാറും പിടിച്ചൊരു ദിവസം ഇനി. പിന്നെ വരുമ്പോൾ ജ്യൂസൊക്കെ അടിക്കാൻ വെച്ചത് വത്തക്കയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി. പിന്നെ അതേപോലെ ആകെ ബേജാറും തിരക്കും എന്ന് പറയാൻ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കരണ്ടും പോയി. ഉള്ളി അരിയണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കണമെങ്കിലും ഒക്കെ ഇതും വേണമല്ലോ, കരണ്ട് വേണമല്ലോ. രാത്രി 8 മണിയാകുമ്പോഴേക്കും ഈ ബിരിയാണി കൊടുക്കണം. അതുമല്ല 9 കിലോനും ഉണ്ട്. അപ്പോൾ ഇക്കാക്ക പിറ്റേന്ന് ഉച്ചയാകുമ്പോൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാം അത് സെറ്റപ്പ് ആക്കിയാൽ കാക്ക ഇളക്കി തരാനൊക്കെ കൂടി തന്നാലും മതിയല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിത് ഏറ്റത്. പക്ഷേ കാക്കയാണെങ്കിൽ വരാൻ നേരം വൈകുമെന്ന് പറഞ്ഞ്. അന്നാണെങ്കിൽ ഉമ്മയും ആങ്ങളെയും ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നപ്പോൾ ഇതിലേ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ചോറും കറി ഉണ്ടാക്കണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ശേഷമാണ്, വീട്ടിലെത്തിയതിൻ്റെ ശേഷമാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വെച്ചിഞ്ഞ് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കൻ എക്സ്ട്രാ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി അത് വേഗം മസാല തേച്ച് പൊരിക്കാനും വെച്ച്. പിന്നെ വേറെ കറിവെക്കാനൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കുറേ സമയം അയിമൽ വേറെ സ്പെഷ്യൽ ഫുഡൊന്നും ഉണ്ടാക്കാനുള്ള ഇതുമില്ല, സമയമില്ല, ഒരുപാട് ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഈ ഒരൊറ്റ കൈ കൊണ്ട് തന്നെ നടക്കും വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി അതാകെ ബേജാറായി. പിന്നെ പരിപ്പും വെള്ളരിയും കൂടി കറി വയ്ക്കുക, പയറ് ഉപ്പേരിയൊക്കെ അങ്ങനത്തൊക്കെ വിചാരിച്ച് ഓരോന്നും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞില്ലേ മൂത്തച്ഛൻ്റെ മരുമോളും മോനും കൂടി വന്നിട്ടുണ്ട് ഇനി. അപ്പോൾ കുറച്ച് നേരം പിന്നെ അവർക്ക് തിരക്കായതുകൊണ്ട് ഒരു വേഗം പോയി. ആകെ വെള്ളമൊക്കെ കലക്കി കൊടുത്തതിൻ്റെ ശേഷം പോയി. ഒരു ചോറിനൊന്നും ഒന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് എന്തൊക്കെ ഒരു തിരക്കാണ്. ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ അതും പറ്റൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആണല്ലോ. പിന്നെ
രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തലേന്ന് പോകേണ്ടത് ഇനി പിറ്റേന്നേക്ക് ആക്കിയതാണ്. അന്നാണ് ഇപ്പോൾ എല്ലാ തിരക്കും കൂടി ഒരുമിച്ച് വന്നത്. പിറ്റേന്ന് ആക്കിയത് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞേക്കുമ്പോഴാണ് രാത്രിയാണ് ഈ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഓർഡർ വരുമ്പോൾ പെരുന്നാളിന് എന്താ സ്ഥിതി എന്ന് അറിയില്ല. പെരുന്നാളിന് കുറേ ഓർഡറൊന്നും ഞാൻ എടുക്കുന്നില്ല. കാരണം മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പെട്ടെന്ന് വന്നാൽ എല്ലാം കൂടി ഹറിബറിയായി ഞാൻ ഈ ബിരിയാണിയും വെച്ച് നിൽക്കേണ്ടി വരും. വേറെ ആരും മോളെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ അങ്ങനെ ഒരു ഏൽപ്പിച്ച് പോകാൻ പറ്റിയ ആൾക്കാരും ഇല്ല. അപ്പോൾ ഞാൻ തന്നെ വേണമല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബിരിയാണീൻ്റെ ഓർഡറുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ആകെ ഒരൊറ്റ ഓർഡർ എടുത്തത്. അപ്പോൾ പണ്ടൊരു മട്ടൻ ബിരിയാണി വെച്ചിട്ടില്ലേന്, ഓരോരു ബിരിയാണി മാത്രമാണ് ഞാൻ എടുത്തത്. ഒരു ചെറുതായതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ എല്ലാവരും കൂടി ഉണ്ട് കുറച്ചധികം ബിരിയാണി വേറെ വെക്കുകയും വേണമല്ലോ. അപ്പോൾ നിങ്ങൾ പറയണ്ട, അങ്ങനെ എന്തൊക്കെയോ ഒരു ചകവെള്ള മഴയുള്ള പരിപാടിയായിപ്പോയി ഇന്ന്. പിന്നെ ടെൻഷനും കാക്ക വന്നില്ലെങ്കിലോ എന്നുള്ളത്. പിന്നെ അപ്പോഴേക്കും ഇതാ മോള് വത്തക്കൊക്കെ മുറിച്ച് കൊണ്ടു തന്ന് പിന്നെ അത് തിന്ന്. അപ്പോഴത്തേന് അത് അമ്മക്ക് മാങ്ങ വേഗം ചെത്തി മോളെ കൊടുക്കുകയാണ്. അപ്പോൾ ഓള് ജ്യൂസ് അടിച്ച് വെച്ചാൽ ഓൾക്ക് വന്ന പാട് കൊടുക്കാമല്ലോ. പക്ഷേ ഭാഗ്യത്തിന് ഓല് ആ സമയത്തൊന്നും വന്നില്ല കേട്ടോ. 4 മണി ആയിക്കിന് ഓല് വരുമ്പോൾ. അപ്പോൾ പിന്നെ ഉള്ള ചോറും കറിയൊക്കെ വെച്ച് ഓൾക്ക് ആണ് കൊടുത്തിക്കാണ്. പിന്നെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൈൻഡും എനിക്കില്ലേനി. അപ്പോൾ ഓലാണ് അങ്ങനത്തെ ഒരു സമയത്താണ് വന്നത്. പിന്നെ ഇവർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അങ്ങനെ ഒന്ന് അടുത്തായതുകൊണ്ട് മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്താണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ഉള്ളൂ ഈ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഒന്ന് ഇവിടെ അടുത്തൊന്ന് കയറി പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് പിന്നെ ഒരു വിരുന്നായിട്ട് വന്നതല്ല. അതിനോട് അതൊരു സമാധാനം. വിരുന്നായിട്ട് ഇവിടേക്കായിട്ട് മെനക്കെട്ട് വരികയാണെങ്കിൽ ഈ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കൊടുത്തില്ല എനിക്കെന്തോ പോലാണ്. എനിക്കെന്തോ ഒരു ബേജാറാണ് അവർക്ക് എന്ത് കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ ഉള്ളത് വെച്ച് കൊടുത്തിട്ടുള്ളൊരു ശീലവും ഇല്ല. എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം. അത് എന്തോ ഒരു ബേജാറാണ് ഉണ്ടായി കൊടുത്തില്ലെങ്കിൽ. ഇതിപ്പോൾ ഞാനെന്താ പറയുക, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാം കൂടി കഴിയില്ലല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ ഈ ചിക്കൻ പിടിയിൽ ഞാൻ സാധനം വാങ്ങി വരുമ്പോൾ ചിക്കൻ പിടിയിൽ ഏൽപ്പിച്ചപ്പോൾ അയാൾ ഇവിടെ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കൂടുതലായതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടുവന്നത്. ചെറിയതൊന്നും ഇപ്പോൾ കൊണ്ടുവരുമോ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അത് ഈ 9 കിലോ മുറിച്ച് വെക്കുന്ന വരെയുള്ള ടൈമും ഇല്ല അവിടെ കാത്തിക്കാൻ. അപ്പോൾ വേഗം അയാൾ വേഗം കൊണ്ടു തന്നു കേട്ടോ. ഒരു 1:30 മണിയായപ്പോഴത്തേന് തന്നെ ചിക്കൻ കിട്ടി. അത് വലിയൊരു ഉപകാരം. അല്ലെങ്കിൽ കാക്ക കൊണ്ടുവരികയും കാക്ക പോയും ചെയ്തല്ലോ. കാക്ക വരുന്നത് 4:30-5 മണി ആയിക്കിന് കേട്ടോ കാക്ക വരുമ്പോൾ. പിന്നെ ഈ ഒരു ബിരിയാണി വെക്കണതിൽ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു പണി ഈ ഒരു ചിക്കൻ കഴുകലാണ്. ഇത് ഓരോ പീസും എടുത്ത് അതിനുള്ളത്തെ അഴുക്കൊക്കെ ഒന്ന് മാറ്റണം. നമ്മൾ കല്യാണത്തിനൊക്കെ ബിരിയാണി അല്ല ഹോട്ടലിൽ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ കാണില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു അഴുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു വൃത്തികേട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഒന്ന് നോക്കി ക്ലീൻ ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇടാൻ. അങ്ങനെ ഒരു 3-4 വട്ടം കഴുകി ഊറ്റി വെക്കുമ്പോഴാണ് ആ ഒരു പണി കഴിയുക. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു ടാസ്ക്കാണ് ഈ ബിരിയാണി വെക്കലിൽ. അടുത്തൊരു ടാസ്ക് അതിന് പിന്നെ നമ്മൾ ഉള്ളി അരിയില്ല. അതിപ്പോൾ എനിക്ക് ആ ഒരു എന്താണ് ഫുഡ് പ്രോസസ്സർ വാങ്ങിയതിൻ്റെ ശേഷം അതെനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇത് ഒരു രാത്രി ഒരുപാട് സമയം അതിൻ്റെ ശേഷമാണ് ഓർഡർ തന്നിട്ടുള്ളത്. അതിന് മുന്നേ ആണെങ്കിൽ എനിക്ക് നല്ല എളുപ്പത്തിന് ഞാൻ ചെയ്യേനി. ഇതിപ്പോൾ 9 കിലോ ആദ്യം ഒരു 3 കിലോനും വെച്ച് പിന്നെ ഒരു 6 കിലോനാണ് വെച്ച്. അപ്പോൾ ഇക്കാക്ക എന്നോട് പറഞ്ഞതാണ് ഈ ആദ്യം 3 കിലോ വെച്ച് അപ്പോഴത്തേക്കും ഞാൻ വരും 6 കിലോ വെക്കുമ്പോൾ ഞാൻ വരും എന്ന് പറഞ്ഞ്. അങ്ങനെ അത് അവർ വന്ന് ആ 3 കിലോൻ്റെ ബിരിയാണിയൊക്കെ സെറ്റായതിൻ്റെ ശേഷം അത് അവർ വന്നിട്ടോ ഒരു 3:30-4 മണി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ എൻ്റെ നാത്തൂന് അരിഞ്ഞ് തരികയാണ്. അപ്പോഴേക്കും ഞാൻ ഉള്ളി അരിയാൻ അടുത്ത 6:30 വരുമ്പോഴത്തേനും ഇതൊക്കെ സെറ്റാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇമ്മ അവിടെയൊക്കെ നോക്കുകയാണ്. നമുക്ക് പിന്നെ വന്നാൽ പുര ചുറ്റും എന്തെങ്കിലുമൊക്കെ നോക്കാനും പറയാനൊക്കെ ഉണ്ടാവും. ഉമ്മനെ കോയിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ അമ്മനോ പറയാം അമ്മ കോയിനെ കൊണ്ടുപോയിക്കോളി എനിക്ക് നോക്കാൻ കഴിയൂല എന്ന് പറയേനി. അപ്പം അമ്മക്ക് തീരെ വയ്യ. അതുകൊണ്ട് അന്ന് ഉമ്രക്ക് പോയി വന്നതിന് ശേഷം ഉമ്മ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ആയിട്ടില്ല. എന്തെങ്കിലുമായിട്ട് കഫ്കെട്ടും എന്തൊക്കെയോ ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ അവിടെ ഒന്നും കാണിച്ചിട്ട് ആക്കലേറ്റ് മെഡിക്കൽ കോളേജ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് പോകുന്നതാണ്. പിന്നെ ഈ ഒരു 9 കിലോന് അതിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാൻ 3 കിലോന് വേറെ മറ്റേ നമ്മൾ സാധാ ചെറിയ അടുപ്പിൽ വെച്ച് അതൊന്നും ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതിന് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു വല്ലാത്തൊരു ദിവസമായി പോയിന്ന്. എനിക്കാണെങ്കിൽ കുറച്ച് മതി, ഭയങ്കര പ്രഷറും ടെൻഷനുമാണ്. എനിക്ക് ഒന്ന് റിലാക്സ് ആവാൻ കഴിയില്ല. അന്നൊന്ന് ചോറൊക്കെ ഞാൻ ഒരു തിന്നലാണ്. കാരണം മോൾ അത്രയും ഇടങ്ങാറാക്കിയിട്ടാണ് ഞാൻ ചോറുന്നത്. അപ്പോൾ ഒരു നാത്തൂനൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ചോറ് നിൽക്കണം കേട്ടോ. സത്യത്തിൽ ഈ ബിരിയാണി വെക്കലൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സംഭവം തന്നെ. പക്ഷെ എനിക്ക് വേറെ ഒരു ടെൻഷനും ഉണ്ടാവരുത്. ഇതിപ്പോൾ കാക്ക വരും, ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാക്ക വരുമോ വരൂലേ എന്നുള്ള ആ ഒരു ബേജാറാണ്. പിന്നെ അതാ പുറത്ത് അടുപ്പിൽ ഞാൻ അന്ന് ഉണ്ടാക്കിച്ചാണ്ട് ഷീറ്റ് ഇടുമ്പോൾ ഒരു അടുപ്പ് ഉണ്ടാക്കിച്ചാൽ. പക്ഷെ നമ്മൾ സാധാ കല്ല് വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു അടുപ്പിൽ തീ നല്ലോണം കത്തുന്ന കാണുന്നുണ്ടെങ്കിലും ഈ വേവ് വരുന്നില്ല കേട്ടോ. കുറേ സമയം എടുക്കുന്നുണ്ട്. ഞാൻ പറയാം അല്ലെങ്കിലേ ഒരു 7 മണിയാകുമ്പോൾ പിന്നെ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞു 7 മണിയാകുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു 7 മണിക്ക് വരേണ്ട 7:30 വന്നു, ഒരു അരമണിക്കൂറും കൂടി കിട്ടിയാലോ വെച്ചിട്ട്. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് നെയ്ച്ചോറൊക്കെ പെട്ടെന്ന് റെഡിയാവും, മസാലയൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നതാണ്. പക്ഷേ ഇത് ഈ ഒരു അടുപ്പായതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ കണ്ടില്ലേ കാക്ക പാവട്ടെ, എന്തോ രാവിലെ പോയിട്ടുള്ള ആ ഒരു, ഇപ്പോൾ ഭയങ്കര ചൂടാണ്, വണ്ടിനുള്ളിലിരുന്ന് ഭയങ്കര ചൂടുകൊണ്ടുള്ള ക്ഷീണമാണ് കാക്ക അധികം ഉണ്ടാകുക. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു റെസ്റ്റ് കൊടുക്കാതെ എനിക്ക് ഇറക്കി തരികയൊക്കെ ചെയ്തിട്ടോ. പിന്നെ വരുമ്പോഴേക്കും ഞാൻ എല്ലാം സെറ്റാക്കി. ഞാൻ ഒന്ന് ഇളക്കലല്ല സോറി, ഈ അടുപ്പത്തു നിന്ന് ഇറക്കലും കയറ്റലാണ് ബുദ്ധിമുട്ട്. ഒറ്റയ്ക്ക് എനിക്കത് പറ്റൂല, അത്രയും വെയിറ്റ് ഉണ്ടാവുമല്ലോ. 6 കിലോ ചിക്കനും ബിരിയാണി എല്ലാം കൂടി 12, 14, 15 കിലോൻ്റെ അടുത്തുണ്ടാവും ഉള്ളിയെല്ലാം കൂടി. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.